എന്നെ ആരും സന്തോഷിപ്പിക്കില്ലല്ലോ. അപ്പം ഞാൻ തന്നെ എന്നെ സന്തോഷിപ്പിക്കണമല്ലോ. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ ഗിഫ്റ്റ് കൊടുക്കുക, ഇങ്ങനെ എല്ലാം എല്ലാം ഞാൻ തന്നെ എനിക്ക് വേണ്ടി ചെയ്യും. നിനക്ക് ഞാനുണ്ട് എന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പോട്ടയതേ ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കുക എന്ന് പറയും. അത് കേൾക്കാൻ വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. അതിനി കിട്ടില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ മാതിരി ഇനി ഒരു പ്രണയം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇപ്പോ വന്ന് എന്നോട് ഈയിടെ ഒരാൾ പേടിയാ നിങ്ങളോട് പ്രണയം ആഗ്രഹം ഉണ്ടോ പക്ഷെ പേടിയാവുന്നു. ഞാൻ ചുമ്മാ വടിവേലുവിനെ ഭയർക്കിട്ടോ. പിന്നെ എനിക്ക് വേണ്ടാന്ന് തോന്നും. നമുക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കും വേണ്ട. കാറിനകത്തിരുന്ന് ഇങ്ങനെ എന്തൊക്കെ സംസാരിക്കുന്നറിയോ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. കാറിനോട് വണ്ടി ഒഴിവ് എന്താല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ഇങ്ങനെ കാറിൻ്റെ അടുത്ത് അതിൽ കൊണ്ടുവന്നൊരു റെക്കോർഡർ വെക്കണം. എല്ലാ കാലത്തും എൻ്റെ ഫേവറേറ്റ് മൂവിയാണ് അത്. ഉർവശിയുടെ ലാൽ സലാം. ഞാനും കമ്മ്യൂണിസ്റ്റായി. ഏറ്റവും അധികം ഞാൻ ആസ്വദിക്കുന്നത് എപ്പോഴും ഉർവശിക്ക് ഡബ് ചെയ്തപ്പോൾ തന്നെയാട്ടോ. ഇന്നും എൻ്റെ ആഗ്രഹം ഉർവശിക്ക് ഡബ് ചെയ്യണമെന്ന് തന്നെയാണ്. അഗ്നിസാക്ഷി എന്ന സിനിമ ശോഭനയ്ക്ക് മനസ്സിലായിട്ടില്ല അതൊരു ചരിത്രമാണെന്നും അതൊരു സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണെന്നോ അതൊരു സമുദായത്തിന് പറയാനുള്ളത് ഒരു കഥാപാത്രത്തിൽ കൂടി നമ്മൾ, അതൊന്നും അതിന്റെ വാല്യൂ ശോഭനയ്ക്ക് മനസ്സിലായിട്ടില്ല. പിന്നീട് പാട്ട് എവിടെ വെച്ചിട്ടാണ് നിന്ന് പോയത്? എന്നെ ഏറ്റവും അധികം ചേർത്ത് പിടിച്ചിട്ടുള്ളതും സിനിമാക്കാർ തന്നെയാണ്. അതുകൊണ്ട് സിനിമയ്ക്കുള്ളിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അത് കണ്ണടക്കണം എന്നല്ല അതിൻ്റെ. തൊണ്ടയിൽ ഇടയ്ക്കൊരു ചെറിയ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് സൗന്ദര്യമുള്ള ശബ്ദമായെന്ന് പറയുന്നത്. അത് ശരിക്കും എന്തായിരുന്നു അത് ഓപ്പറേഷൻ? എന്തോ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഇങ്ങനെ ഒരു അടഞ്ഞ ഒരു വോയിസ് ആയിരുന്നു. അപ്പൊ വിൻസെന്റ് മാഷ് അന്നിങ്ങനെ പറയും രാത്രി കുറച്ച് പാലിൽ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് കുടിച്ചാൽ മതി. പക്ഷെ എന്ത് ചെയ്തിട്ടും അതങ്ങനെ ഒരു പണ്ടത്തെ സിനിമയൊക്കെ കാണുമ്പോൾ വളരെ ഒരു ബോർ വോയിസ് ആയിരുന്നു. ഞാൻ ഒരിക്കലും ഒരു ഹീറോയിൻ വോയിസായി വളരുമെന്ന് എനിക്കോ മറ്റുള്ളവർക്കോ യാതൊരു വിശ്വാസവും ഇല്ലാത്തൊരു ശബ്ദമായിരുന്നു. പക്ഷെ ആ സർജറി എന്നൊന്നും പറയാൻ പറ്റില്ല. റംഗാറാവു എന്നാണ് ആ ഡോക്ടറുടെ പേര്, എനിക്കെല്ലാം ഓർമ്മ. ENT ഡോക്ടർ. പുള്ളിയുടെ അടുത്ത് പോയി. അപ്പോൾ പുള്ളി പറഞ്ഞു ചിന്ന ഒരു ഗ്രോത്ത് ഇருக்கு, അത് അപ്പടിയെ എടുത്ത് ഇത് പണിയിടலாம். എന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞായിരിക്കും. ഒരു വേള സൗണ്ടേ ഇരിക്കാത്, ഇല്ലടാ നല്ല സൗണ്ട് വരും എന്ന് പറഞ്ഞു. പറവല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്നൊക്കെ നമ്മൾ ആ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴേ ഡോക്ടറുടെ ഇതിൻ്റെ മുകളിൽ ഈർക്കിലികൾ കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈർക്കിലിയുടെ അറ്റത്ത് ഇങ്ങനെ പഞ്ഞി ചുറ്റിയിട്ട് ഒരു മരുന്നുണ്ടാവും കുപ്പിയിൽ, അതിലിട്ട് മുക്കിയിട്ട് നമ്മുടെ തൊണ്ടയുടെ ഉള്ളിൽ പരട്ടും. അപ്പോൾ അവിടെ മരവിക്കും. അങ്ങനെ മരവിച്ചിട്ടാണ് അന്ന് അത് കട്ട് ചെയ്ത് കളഞ്ഞത്. വേറെ മരുന്നൊന്നും തന്നൊന്നുമില്ല. പക്ഷെ അതിനുശേഷം എനിക്ക് വോയിസ് കുറച്ചുകൂടി ഓപ്പണായി. അത് ഇപ്പോഴും ഞാൻ ചില ഡോക്ടറെ അടുത്തൊക്കെ പറയുമ്പോൾ അവർക്ക് എന്താണോ എന്തോ, പക്ഷെ ആ ഡോക്ടറാണ് യഥാർത്ഥത്തിൽ എൻ്റെ വോയിസ് ഒന്ന് ഓപ്പൺ ആക്കി തന്നത്. ഇല്ലെങ്കിൽ വേറൊരു ഭാഗ്യലക്ഷ്മിയാണ് ഉണ്ടായിരുന്നത്. അടഞ്ഞ ഭാഗ്യലക്ഷ്മി അല്ല, ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നുണ്ട് ടെലിവിഷൻ സ്ക്രീനിലും. പിന്നെ ഇതേപോലെ ചിലരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴും തുറക്കുന്നുണ്ട്. ഈ ശരിക്കും വോയിസ് കൺട്രോൾ എന്നൊക്കെ പറയുന്നത്, ചേച്ചി ഇപ്പോ ഈ ദാസാറൊക്കെ ചില ഭക്ഷണത്തിനൊക്കെ ക്രമപ്പെടുത്തലുള്ളത് പോലെ, ചിത്ര ചേച്ചിയൊക്കെ അങ്ങനെ ചെയ്യുന്നത് പോലെ ചേച്ചിക്ക് അങ്ങനെ ഒരു ഭക്ഷണക്രമം ഉണ്ടോ? പണ്ട് ഉണ്ടായിരുന്നു. ചെന്നൈയിൽ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഐസ്ക്രീം കഴിക്കാതിരിക്കുക, ഐസ് വാട്ടർ കഴിക്കാതിരിക്കുക, ഓയിൽ ഫുഡ് കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓയിൽ ഫുഡൊക്കെ കഴിച്ചാൽ വോയിസ് ഒരു ക്രാക്ക് വരും. അതെനിക്കൊന്ന് ഈ അസിഡിറ്റി ഫോം ചെയ്യുന്നോണ്ടായിരിക്കാം. ഐസ് വാട്ടർ പിന്നെ ഓഫ് കോഴ്സ് അമ്പലത്തിൽ തീർത്ഥം കുടിച്ചാൽ എനിക്ക് ശബ്ദം പോകും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ താമസിച്ചതിന് ശേഷം അമ്പലത്തിൽ തീർത്ഥം കുടിക്കുമ്പോൾ എനിക്ക് അപ്പോൾ വെള്ളത്തിന്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ. അത് വെള്ളത്തിന്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ അതൊക്കെ ആ കാലഘട്ടത്തിൽ കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്.
ഗാർഗിൾ ചെയ്യുക, എപ്പോഴും ഗാർഗിൾ ചെയ്യുക, ചൂടുവെള്ളം എപ്പോഴും ചൂടുവെള്ളം മാത്രം കുടിക്കുക, അങ്ങനെയൊക്കെ കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. കുറേ ഇങ്ങനെ വോയിസിന് വേണ്ടി പലതും വേണ്ടാന്ന് വെക്കുക, ഇഷ്ടമുള്ളതിനെയും അവോയ്ഡ് ചെയ്യുക, അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം കുറേ കാലമായിട്ട് ഒന്നും എന്നെ അങ്ങനെ ഐസ് വാട്ടർ കുടിച്ചാലൊന്നും എനിക്കൊന്നും സംഭവിക്കുന്നില്ല. ചിലപ്പോൾ അന്ന് ഈ നായികമാർക്ക് ഡബ് ചെയ്യുമ്പോൾ ഈ സ്വീറ്റ് വോയിസ് എന്ന് പറയുന്ന ഒരു ഇന്നിപ്പോൾ അതില്ലല്ലോ. നമ്മളെ വോയിസ് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മതി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് മാറിയില്ലേ സിനിമ. അതുകൊണ്ടായിരിക്കാം കേട്ടോ, എനിക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്യാറില്ല ഇപ്പോൾ. ചിലർക്ക് ഈ കടുപ്പപ്പെട്ട ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട് സിഗരറ്റ് വലിക്കുക, രാവിലെ എണീറ്റ് ഡബ് ചെയ്യുക. പുരുഷന്റെ ഇപ്പം മമ്മൂക്കയൊക്കെ ബിഗ് ബിക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഈ കരകരത്ത ശബ്ദമാണല്ലോ അതിനകത്ത്, ബാപ്പ പോയിട്ട് തിരിച്ചു വരാം. ഞങ്ങൾ മദ്രാസിൽ ഒരിക്കൽ സുജാത ഡബിങ് തിയേറ്ററിൽ ഞങ്ങൾക്ക് 9 മണിക്കായിരുന്നു. അപ്പോൾ രാവിലെ 6 മണി മുതൽ 9 മണി വരെ അമിതാഭ് ബച്ചൻ ഡബ് ചെയ്യുന്നു. പുള്ളി 9 മണി കഴിഞ്ഞാൽ ഡബ് ചെയ്യത്തില്ല, രാവിലെ ഭയങ്കര ബേസ് വോയിസിൽ. അപ്പോൾ പുള്ളി ഏർലി മോർണിംഗ് ഒക്കെ വന്ന് 4 മണിക്കൊക്കെ വന്ന്. പിന്നെ ഞാനങ്ങനെ കണ്ടിട്ടുള്ള സുരേഷ് ഗോപി ആയിരുന്നു. സുരേഷ് ഗോപി ഇതുപോലെ ഏർലി മോർണിംഗ് വന്ന്. സുരേഷ് ഗോപി ആദ്യമൊക്കെ ഡബിങ് ആയിരുന്നല്ലോ, ചന്ദ്രമോഹൻ, ഹരി ഒക്കെയാണ് സുരേഷ് ഗോപിക്ക് ഡബ് ചെയ്തിരുന്നത്. പിന്നീട് സുരേഷ് ഗോപി സ്വന്തമായിട്ട് ഡബ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വന്നപ്പോൾ, അപ്പം അന്നൊക്കെ സുരേഷ് ഗോപിയുടെ വോയിസിന് ബേസ് ഇല്ല, നായകന്റെ ശബ്ദം ബേസ് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം സുരേഷ് ഗോപി പറയുന്ന മാതിരി സിഗരറ്റ് വലിച്ചാൽ ബേസ് വരും എന്ന് സുരേഷ് ഗോപിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയും സിഗരറ്റ് വലിച്ചാൽ ബേസ് ആവില്ല, ക്യാൻസർ വരും ഇങ്ങനെ വിരട്ടുമായിരുന്നു അന്ന്. അപ്പം പുള്ളി ഇതുപോലെ രാവിലെ 5 മണിക്കൊക്കെ വന്നിട്ട് 2 മണിക്കൂർ. പക്ഷെ നമുക്ക് നേരെ തിരിച്ചാ, സ്ത്രീകൾക്ക് 9 മണി കഴിയുമ്പോഴാണ് നമ്മുടെ വോയിസ് സ്വീറ്റ് ആവുന്നത്. ഞാൻ പറയും ഈ വെയിലൊക്കെ വരുമ്പോൾ എല്ലാം ഉരുകി നല്ല ക്ലിയർ ആവുന്ന മാതിരി. സുരേഷ് ഗോപി ആദ്യമായിട്ട് 1 മുതൽ 0 വരെ ഡബിങ് ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സുരേഷ് ഗോപി ആ പ്രസാദ് സ്റ്റുഡിയോയുടെ പടി കയറി മുകളിൽ പോകണം, ലിഫ്റ്റൊന്നുമില്ല അവിടെ. അപ്പോൾ പടിയുടെ അവിടെ ഇങ്ങനെ നിൽക്കും, കാത്ത് ഇങ്ങനെ. ഒരു സീനേലും അഭിനയിച്ചിട്ടുള്ളൂ. കണ്ടിട്ടില്ലേ സിനിമ? കുറച്ച് ദിവസം മുമ്പ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ചേട്ടൻ ഒരു മണി ഓർഡർ അയച്ചിരുന്നില്ലേ, അത് ഞാനാ പോസ്റ്റ് ചെയ്തത്. ആ ബീച്ചില് അല്ലേ, ഇങ്ങനെ ഇയാളെപ്പോഴും ആരോ നമ്മളെ ഒളിഞ്ഞു നോക്കുന്നടി, അയാൾ ആരാണോ, ഇയാളാണോ ഇനി ഫോൺ ചെയ്യുന്നത് എന്നൊക്കെ ശാരി ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പക്ഷെ ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ ദിവസവും ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ആ സിനിമ ഡബ് ചെയ്യുമ്പോൾ ഞാൻ 6 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ദിവസം നിൽക്കുന്നതെന്ന്. ഞാനിതിലൊരു സീൻ അഭിനയിച്ചിട്ടുണ്ട്, അതൊന്ന് ഡബ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതിനകത്ത് കയറിയിരുന്നൂടെ. അകത്ത് കയറ്റുമോ എന്തോ. അപ്പം ഞാൻ രാജീവാണ് അതിൽ, ജിജോയുടെ ടി കെ രാജീവ്. അപ്പം ഞാൻ ജിജോ എടുത്തോണ്ട് ആ പയ്യൻ, അങ്ങനെയാണ് പറഞ്ഞ പയ്യൻ വെളിയിൽ നിൽക്കില്ലേ, അത് അകത്ത് കയറിക്കോ, കുറച്ചു നേരം അവിടെ ഇരുന്ന് കണ്ടു പഠിക്കട്ടെ, കയറിക്കോട്ടെ. ഞാൻ പറഞ്ഞു അകത്ത് കയറിക്കോ. ഞാനും പാവം അകത്ത് വന്ന് ഒരു പിടിയില്ലായിരുന്നു ഡബിങ് എന്താന്ന്. പക്ഷെ അവിടെ നിന്ന് കുറേ നേരം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് ചെയ്തത് കേട്ടോ. പക്ഷെ അയാളുടെ ഒരു വാശി ഉണ്ടായിരുന്നു സുരേഷിന്, കയറി വരണം. ഇപ്പം അയാൾ രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന ഈ ആവേശം അന്ന് സിനിമയിൽ അതേപോലെ ഉണ്ടായിരുന്നു. ഞാൻ കയറി വരും. അത് അയാൾ നേടിയെടുത്തു. ചേച്ചി, പത്മരാജൻ, ഭരതൻ, 2 ലെജൻസ്. ഈ ദേശാടന കിളികൾക്ക് അറിയാറില്ല സമയത്ത് ചെറിയൊരു അടിയുണ്ടായിട്ടുണ്ടായിരുന്നു പത്മരാജൻ സാറുമായിട്ട്. ആ പടത്തിലല്ലേ ശരിക്കും അടിയുണ്ടായത് ദേശാടന കിളികൾ? അതിന് മുമ്പൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലൊക്കെ ഞാൻ വർക്ക് ചെയ്ത സിനിമയാണ്. പക്ഷെ അന്നൊക്കെ ഇങ്ങനെ പുറത്തിരുന്ന് വെറുതെ സംസാരിക്കും. അന്ന് എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ സമയത്ത് ഡബിങ് സമയത്തേയും കല്യാണം കഴിഞ്ഞില്ല. പക്ഷെ ആ പടം റിലീസ് ചെയ്യുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഉണ്ണിമേരിക്ക്. അപ്പോഴൊക്കെ പപ്പേട്ടനോട് ഞാൻ സംസാരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ സിനിമ ഡബ് ചെയ്യാൻ പോയപ്പോൾ അത് എൻ്റെ കുഴപ്പം, എൻ്റെ പ്രശ്നം എന്താ അറിയോ, ഞാൻ കല്യാണം കഴിഞ്ഞ് സെറ്റിലായല്ലോ. എനിക്ക് ആവശ്യമില്ല. കാരണം ഇതില്ലെങ്കിലും എനിക്കിവിടെ വീടുണ്ട്, കുടുംബമുണ്ട്. അതൊരു അഹങ്കാരം ഉണ്ടായിരുന്നിരിക്കാം എൻ്റെ ഉള്ളിൽ. മാത്രമല്ല പണ്ട് മുതലേ ഒരു സ്വഭാവമുണ്ട് എനിക്ക്, വിശന്നാ പിന്നെ എനിക്ക് കണ്ണ് കാണില്ല. അപ്പം ആകാശവാണിയിലൊക്കെ പോകുമ്പോൾ അവിടെ ആക്ച്വലി ഒരു ഡ്രാമ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഡ്രാമ തീർന്നിട്ടേ ഭക്ഷണം കഴിക്കാവൂ. പക്ഷെ ഞാൻ അവിടെ കയറിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, അല്ല എനിക്ക് വിശന്ന ഭക്ഷണം കഴിക്കണം.
എനിക്കങ്ങനെ ഇത് തീർന്നിട്ട് കഴിക്കുക എന്നുള്ളൊരു പരിപാടിയില്ല. അപ്പം അതവിടെ ഒരു പുതുമയായിരുന്നു. ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭക്ഷണം കഴിക്കണം. അപ്പം ഇവിടെ ഇതും ഈ പറയുന്ന മാതിരി ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഈ സിനിമ ചെയ്യുമ്പോൾ. അപ്പോൾ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഈ സ്ത്രീ എപ്പോഴും പ്രഗ്നൻ്റ് ആണ്. നേരത്തെ ഒരു ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ചെയ്ത സിനിമകളാ. ഒരു വർഷത്തിൽ ഇത്രയും സിനിമ ചെയ്യല്ലേ? 140ഓളം ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ എപ്പോഴും ഗർഭിണി. എനിക്കാണെങ്കിലും വിശക്കുന്നുണ്ട്. ഇവരാ ബിസ്ക്കറ്റ് കഴിക്കും, ചായ കുടിക്കും, ബിസ്ക്കറ്റ് കഴിക്കും, ചായ കുടിക്കും. അവർക്ക് വിശക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ സീന് നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട്, ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ചെയ്താൽ പോരെ. അത് തീർക്കൂ, തീർത്തിട്ട് മതി. ഞാൻ അതിലെ കൂടെ ഇറങ്ങി വീട്ടിൽ പോയി. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തിരിച്ചു വന്നു. പക്ഷെ അത് തീർക്കേണ്ട ആവശ്യം, ഈ പറയുന്ന ഒരു അനിവാര്യത അവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ തിരിച്ചു വന്നു. ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള മട്ടിൽ, ശരി പപ്പേട്ടാ ഞാൻ പോട്ടെ എന്ന് ഇങ്ങനെ കൺസോളിൽ വന്ന് ചോദിച്ചപ്പോഴാണ് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ വിളിക്കില്ല കേട്ടോ, നിങ്ങളൊരു അഹങ്കാരിയാണ്. ശരി ശരി പോയിട്ട് വരാം കേട്ടോ. ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ, ഇത് കുറേ കേട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചില സമയങ്ങളിൽ നമ്മൾ ചെറുതാവുക എന്നൊക്കെ പറയുന്നത്, നീ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി തരുന്ന ചില സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവും. കാലം അത് നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് കരിയില കാറ്റ് പോലെ ഡബ്ബിങ്ങിന് വരുന്നത്. അപ്പം ഞാൻ ലത്തീഫ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, ലത്തീഫ് കാ വിളിച്ചിട്ട്, മോളെ ഡബ്ബിങ് ഉണ്ടടാ നമ്മളെ പടം. ഞാൻ പറഞ്ഞു, ഏത് പടം? അത് പിന്നെ പപ്പേട്ടൻ്റെ. ഞാൻ പറയാം, അങ്ങേരെ എന്നെ വിളിക്കൂല എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. നീ ഇതെന്തോ, ഇതൊക്കെ ഇതൊക്കെ സിനിമയിൽ സർവ്വസഹജമല്ലേ, ഞാൻ വരില്ല, അങ്ങേരെ എന്നെ അഹങ്കാരിയാന്ന് പറഞ്ഞു. ഞാൻ വിശന്നിട്ടല്ലേ അന്ന് അവിടെ നിന്ന് പോയത്, അല്ലാതെ വേറൊന്നുമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആർഗ്യം. ഞാൻ വരില്ല ഇക്ക വേണ്ട, എന്നെ വിളിക്കണ്ട. എന്നിട്ട് ആ മുറ്റത്ത്, ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ മുറ്റത്ത് അച്ഛൻ ഇങ്ങനെ ഒരു പൈപ്പ്, എക്സ് ആർമിയല്ലേ, ഈ പൈപ്പ് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ അത് വലിച്ചിരിക്കുന്നു. ഞാൻ അച്ഛനും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പപ്പേട്ടൻ ഇങ്ങനെ ഗേറ്റ് കടന്ന് ഇങ്ങനെ ദൂരെ നിന്നപ്പോൾ ഞാൻ, പത്മരാജൻ സാറ്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അതാരാ? ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് വലിയൊരു സംവിധായകനാണ്, പത്മരാജൻ സാറ് വരുന്നു. അയ്യോ അങ്ങേരെ പടം ഞാൻ ഡബ്ബിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പപ്പേട്ട വരൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പം അച്ഛനെ പരിചയപ്പെടുത്തി. അച്ഛനങ്ങനെ സിനിമയൊന്നും കാണുന്ന ആളല്ല. അച്ഛൻ ആർമിമാൻ്റെതായിട്ടുള്ള ഒരു ഇതിൽ ഭയങ്കര ബഹുമാനത്തോടു കൂടെ സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, വരുന്നില്ല മരുമോള്, ഡബ്ബിങ്ങിന് വിളിച്ചിട്ട് പറയോ? അച്ഛൻ, എന്താ ലക്ഷ്മി? ഞാൻ പറഞ്ഞില്ല, എന്നെ അഹങ്കാരിയാന്ന് പറഞ്ഞു. എന്താ ഭാഗ്യലക്ഷ്മി ഒക്കെ നമ്മളങ്ങനെയൊക്കെ പറയും. വാ കറി വാ പോവാ എന്ന് പറഞ്ഞു. ഞാൻ സാരി എടുത്തിട്ട് പോരാ ഓടി സാരി എടുത്ത് പപ്പേട്ടൻ്റെ കൂടെ തന്നെ കാറ് കയറി പോയി. ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നിയ സമയമാണ്. ശശിയേട്ടൻ ആ സിനിമയിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് ഞാൻ പറഞ്ഞ അനുമോദനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കുറേ ഈ നോക്കത്താ ദൂരത്ത് കഴിഞ്ഞതിന് ശേഷം ശശിയേട്ടൻ്റെ പടം ഡബ് ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ ഈ പറഞ്ഞൊരു അഹങ്കാരം എനിക്കിങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല. അപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ് വിളിക്കുന്നത്. അപ്പോൾ ശശിയേട്ടൻ തന്നെ ഡയറക്റ്റായിട്ട്, നമുക്ക് ഫോണില്ല, അപ്പം തൊട്ടപ്പുറത്തെ കടയിലേക്കാണ് ഈ കോള് വരുന്നത്. അപ്പം നമുക്ക് ഭാഗ്യം കോള് വന്നിരിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓടിപ്പോയി കോൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ ശശിയാണ്, എന്താണ് ഡബ്ബിങ് വിളിക്കാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് എന്നെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ, ഞാൻ വരില്ല. എടോ അത് എത്ര കൊല്ലം മുമ്പാണ്, അന്ന് താൻ ഡബ്ബിങ് ഒന്നും അറിയില്ലായിരുന്നു തനിക്ക്. എന്തായാലും താവാ, ഞാൻ വരാം. അപ്പോഴും എനിക്ക് ദേഷ്യം, ഞാൻ വരാം, പക്ഷെ എൻ്റെ പേയ്മെൻറ്റ്, എൻ്റെ സമയം. അന്ന് ഒരു ദിവസം 7 സിനിമ ചെയ്യുന്ന സമയമാണ്. രാവിലെ 6 മുതൽ 9 വരെ ഒരു സിനിമ, 9 മുതൽ 1 മണി വരെ ഒരു സിനിമ, 1 മണി മുതൽ 5 മണി വരെ ഒരു സിനിമ, 5 ഇങ്ങനെ പോകും. അപ്പോൾ അതൊക്കെ ശരി, നീ എന്ത് പറഞ്ഞു, നീ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അപ്പം ഞാൻ പറഞ്ഞ പേയ്മെൻറ്റ് എൻ്റെ ടൈം. അപ്പം നമുക്കൊരു വല്ലാത്തൊരു ഇത് വരുമല്ലോ, ഒരു നാച്ചുറലി അങ്ങനെ ഒരു അഹങ്കാരം എനിക്ക് വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ശശിയേട്ടൻ്റെ നമ്മളോടുള്ള നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ, നമ്മളോട് കാണിക്കുന്ന ബഹുമാനം കാണുമ്പോൾ ആണ് നമ്മൾ
പിന്നെ നമ്മൾ ഹമ്പിളാവുന്ന, അയ്യോ ഇങ്ങനെ ആയിരിക്കണം അല്ലേ, ഇതാണ് വേണ്ടത് എന്ന്. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ എനിക്ക് ലൈഫിൽ എങ്ങനെ പോരാടണമെന്നും എങ്ങനെ ഹമ്പിളാവണമെന്നും എവിടെ അഹങ്കാരം കാണിക്കണമെന്നും എവിടെ അഹങ്കാരം കാണിക്കരുതെന്നും എല്ലാം പഠിപ്പിച്ചത് സിനിമ തന്നെയാണ്. കരയരുത് എന്ന് പഠിപ്പിച്ചതും എല്ലാം തന്നെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല 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 സിറ്റുവേഷനിൽ കൂടെ തന്നെ പഠിപ്പിച്ചതാണ്. എന്നെ ഏറ്റവും അധികം ചേർത്ത് പിടിച്ചിട്ടുള്ളതും സിനിമാക്കാർ തന്നെയാണ്. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സമയത്തൊക്കെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് സിനിമയ്ക്കുള്ളിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അത് കണ്ണടയ്ക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഞാൻ സമ്മതിച്ചു തരില്ല. ശരിയാണ്, സിനിമാക്കാർ തന്നെയാണ് എൻ്റെ ബന്ധുക്കൾ. പക്ഷെ എൻ്റെ വീട്ടിനുള്ളിൽ, എൻ്റെ കുടുംബത്തിനുള്ളിൽ ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. ചേച്ചി ദേശാടനക്കിളിയിൽ കരയാറില്ല കാർത്തിക് അതേപോലെ തന്നെ താളവട്ടത്തിൽ കൊടുക്കുമ്പോൾ എക്സസൈസ് ചെയ്യാൻ മടിയാണല്ലേ? വേണ്ട, ചെയ്യണ്ട, കം വിത്ത് മീ. താളവട്ടം ഇതേപോലെ തന്നെ നമ്മളെ ഉള്ളിനെ അങ്ങ് അത്രയും ഉലച്ച ഒരു സിനിമയാണ്. ആ സിനിമ അത് കഴിഞ്ഞിട്ട് ചേച്ചി കാണുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, എങ്ങനെയായിരിക്കും ചേച്ചി തിയേറ്ററിൽ ഡബ് ചെയ്തൊക്കെ ശേഷം വന്ന് കാണുന്നത്? ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയ അതേ സെന്റിമെന്റ്സ് ആണോ ശരിക്കും താളവട്ടമൊക്കെ കാണുമ്പോൾ അനുഭവിച്ചത്? ഇല്ല, ഈ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ മുഴുവനും അയ്യോ ഈ സീൻ ഇങ്ങനെയാണോ ഞാൻ ഡബ് ചെയ്തേ, ഇങ്ങനെ ആ ക്യാരക്ടറിനോടൊപ്പം പോകാൻ പറ്റുന്നില്ല. അത് ഡബിങ് ആർട്ടിസ്റ്റിൻ്റെ ഒരു കുഴപ്പമാണെന്ന് ഒരിക്കൽ ശ്യാമപ്രസാദ് അത് പറഞ്ഞിരുന്നു. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മി ആദ്യം അതിൻ്റെ ഡബിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതങ്ങനെ ഞാൻ കാണരുത്, ഞാൻ അതിനെ കുറച്ചുകൂടി വൈഡായിട്ട് കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഡബിങ്ങിൻ്റെ കുറവുകൾ ആണ് ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്. കഥാപാത്രം എനിക്കങ്ങനെ ആ ഡബ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്ക് ആ ഫീലിങ്സ് കാണുന്നുള്ളൂ. തിയേറ്ററിൽ വരുമ്പോൾ എനിക്കത് ഉണ്ടാവാറില്ല. ഈ താളവട്ടം ഡബ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ ഭയങ്കര ഡെപ്ത് ഉള്ളത് രണ്ടുപേരും, അതെ, ഭയങ്കര സെന്റിമെന്റ്സ് ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ്. അത് സെപ്പറേറ്റ് അല്ലേ ആ ടൈമിലൊക്കെ? അതെ അതെ, അതൊക്കെ നമ്മള് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഇതൊക്കെ പോയി, അതൊക്കെ ഒറ്റയ്ക്ക് നിന്നാണ് ഡബ് ചെയ്യുന്നത്. പിന്നീട് ഒരു രസത്തിന് വേണ്ടിയൊക്കെ നമ്മൾ കോമ്പിനേഷൻ ചെയ്യും എന്നല്ലാതെ ഇപ്പോൾ ഐ ലവ് യു എന്ന് പറയുന്ന സീനൊക്കെ കോമ്പിനേഷനായിട്ട് വന്ദനത്തിൽ അതൊക്കെയാണ്. അന്ന് ലാലവിടെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ലാല് കഴിഞ്ഞിട്ട് ഞാൻ ഡബ് ചെയ്യാം എന്ന് പറഞ്ഞു പോയപ്പോൾ ഈ സീന് വന്നപ്പോൾ ഒന്നിച്ച് ഡബ് ചെയ്യാം, ശരി, ഭയങ്കര രസം തോന്നി. നമ്മളവിടെ ഇരുന്ന് ലാല് ഡബ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സീറ്റിൽ വെറുതെ ലാല് ഡബ് ചെയ്യുന്ന കണ്ടോണ്ടിരിക്കുന്നു. ഐ ലവ് യു. അപ്പൊ പ്രിയ പറഞ്ഞ പിന്നെ ഡബ് ചെയ്യുന്നു, ഒരുമിച്ച് അങ്ങ് ചെയ്തുകൂടെ? ഒരുമിച്ച് അങ്ങനെയാണ് അത് ഒന്നിച്ച് ഡബ് ചെയ്യുന്നത്. ചെയ്യുമ്പോ നമ്മള് ഭയങ്കര കുട്ടികളാവും. ലാല് ഭയങ്കരമായിട്ട് ഞാൻ പറയുന്നതിന് എൻജോയ് ചെയ്യും, ലാല് പറയുന്നതിന് ഞാൻ എൻജോയ് ചെയ്യും. നമ്മൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഓക്കെ എല്ലാം പെർഫെക്റ്റ് ആയി ടേക്ക് എന്ന് പറയും. അതൊക്കെ നിങ്ങൾ നേരത്തെ പറയുമ്പോഴേ നമ്മൾ എടുത്ത് പ്രിയൻ ഇങ്ങനെ പറയും. പ്രിയൻ പറയുന്നത് ആദ്യം പറഞ്ഞില്ലേ, അപ്പൊ ലാലൊരു കാര്യം ഞാൻ നോക്ക്. അപ്പൊ മോണിറ്റർ എന്നാ പറയാം, അമ്മ ഒരു മോണിറ്റർ. ഓക്കെ എന്നോട് പറ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഓക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രിയ പെർഫെക്റ്റ് ആയി ടേക്ക് പോവാം, എല്ലാം എടുത്തു. അതാണ് സംവിധായകന്റെ മിടുക്ക് അല്ലേ? പ്രിയൻ എപ്പോഴും അങ്ങനെയാ. അത് പ്രിയൻ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ റിഹേഴ്സൽ പറയുന്നത് പ്രിയൻ റെക്കോർഡ് ചെയ്യും. അടിപൊളി. അപ്പൊ പ്രിയൻ പലപ്പോഴും പറയാറുണ്ട്, റെഡി 1 2 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടാണ് പറയുന്നത്. മറ്റേ നിങ്ങൾ വളരെ കാഷ്വൽ ആയിട്ട് പറയുന്ന ആ സാധനം റിഹേഴ്സലിൽ കിട്ടുന്ന മാതിരി ചിലപ്പോൾ ടേക്കിൽ വരാറില്ല എന്ന് പറയാറുണ്ട്. ഈ മിഥുനം ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഡബ് ചെയ്ത സിനിമയാണത്. ആ സിനിമ ഒരു ക്ലീഷയായിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ദാമ്പത്യത്തിൽ വന്നതിന് ശേഷമുള്ള അവളുടെ നിരാശയൊക്കെ ഞാൻ ഡബ് ചെയ്യുന്നത്. പക്ഷെ പ്രിയം പറയുമായിരുന്നു, ഇത്രയൊന്നും കരയണ്ട, സങ്കടം വേണം, പക്ഷെ ഇങ്ങനെ തൊണ്ട ഇടറി അങ്ങനെയൊന്നും പറയണ്ട. കാരണം അയാളെ സംബന്ധിച്ച്
ഇതൊരു ശല്യമാണ്. ഈ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ നെട്ടോട്ട് ഓടുമ്പോഴാണ് ഇവളുടെ സാമ്പാറും ഇവളുടെ ലവ് ലെറ്ററും. അപ്പം അത് ആ ഇറിറ്റേഷൻ ഇയാൾക്ക് ഫീൽ ചെയ്യണം. അമിതമായ വേദനയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഉരുകിപ്പോവും. അയാൾക്കത് ഫീൽ ചെയ്യും. അപ്പം അയാൾക്ക് ഇറിറ്റേഷനായി തോന്നുന്ന രീതിയിലുള്ളൊരു സങ്കടം, അതാണ് അവിടെ വരേണ്ടത്. അങ്ങനെ പറഞ്ഞ് ചെയ്യിച്ചതാണ്. അതെൻ്റെ എല്ലാ കാലത്തും എൻ്റെ ഫേവറേറ്റ് മൂവിയാണ് അത്. മിഥുനം. സാമ്പാറിന് അഭിനന്ദനം ചെയ്തിരുന്നു. കത്തില് സാമ്പാറിനെ പറ്റി എഴുതാ, വാ കാണിച്ചു തരാം. അതുപോലെ പിന്നെ ഞാനും മറ്റേ ഉർവശിയുടെ ലാൽ സലാം, ഞാനും കമ്മ്യൂണിസ്റ്റായി പറയില്ലേ, സീനല്ലേ. അതിലൊരു കൊഞ്ചലും അയാളോടുള്ള സ്നേഹം അല്ലെ, അയാളെ കിട്ടാൻ വേണ്ടി കാരണം കമ്മ്യൂണിസ്റ്റ് ആയാലേ ഇയാളെ പ്രേമിക്കാൻ പറ്റുള്ളൂ. ഞാനും കമ്മ്യൂണിസ്റ്റായി. ഒരു സീക്രട്ട് ആണല്ലോ അവര് ചെയ്യുന്നത്. അപ്പൊ അതിനോട് ചേരാനുള്ളതും എന്നാൽ ഇയാളോടുള്ള പ്രേമവും ഉണ്ട്. അത് ശരിക്കും എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തോടു കൂടിയാണ് ഇത്തരം സിനിമകളെല്ലാം ചെയ്യുന്നത്. വേണുനാഗവള്ളി സാറ് അത് വേറെ ലെവലാ. വേണുനാഗവള്ളി സാറിന്റെ ഒരു സിനിമയും കൂടെ AIOU, ആ പാട്ടിനുള്ളിലും ചേച്ചിക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ സുധി, അത് സുജാതയുടെ വോയിസാണ്. ആ പാട്ടിലെ എൻ്റെ കോൺട്രിബ്യൂഷനിൽ. അതുപോലെ തന്നെ വന്ദനത്തിൽ ആ ഓട്ടോറിക്ഷ, ഈ മനുഷ്യനെ കൊണ്ട് എന്തൊരു ശല്യം, അത് സുജാതയുടെ വോയിസാണ്. അത് എൻ്റെ വോയിസാണ്. വിക്കിപീഡിയയിൽ പക്ഷെ പാട്ടിലെ കോൺട്രിബ്യൂഷൻസിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇല്ല, ചേച്ചി അതിനകത്തൊന്നും ഇടപെട്ടിട്ടില്ല. ഇല്ല, അത് റെക്കോർഡിംഗ് സമയത്ത് അവര് ഓൾറെഡി എടുത്ത ഡയലോഗ്സ് ആണ്. അപ്പൊ അത് അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയതുകൊണ്ടാ. അന്നൊക്കെ എൻ്റെ വോയിസും കുറച്ച് യങ് ആണ്. അപ്പൊ സുജാതയുടെ ഒക്കെ ഏകദേശം എൻ്റെ വോയിസുമായിട്ട് ഇങ്ങനെ ഒരു ചെറിയ സാമ്യം ഇങ്ങനെ തോന്നുന്ന രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് ചിത്രയുടെ പല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതില് ഞാൻ ഉർവശിക്ക് അപ്പൊ അതില് ഒരു ചിത്ര പാടിയ ഒരു പാട്ടുണ്ട്. ആ അപ്പൊ ആ സിനിമ ചെന്നൈയില് പ്രിവ്യൂ ഇട്ടിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഷീലമ്മ അന്ന് എന്നോട് പറയായിരുന്നു, നിങ്ങളുടെ ശബ്ദവും പിന്നെ ചിത്രയുടെ പാട്ടും ഒരേപോലെ ഉണ്ട്. അപ്പോഴാണ് ഞാനിത് അങ്ങനെയുണ്ടോ. അത് പിന്നീട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ ഈ വോയിസുള്ള ആള് തന്നെയാണ് ഈ പാടുന്നത് എന്ന് തോന്നും. അല്ലെങ്കിൽ ഈ പാട്ട് പാടുന്ന ആള് തന്നെയാണ് ഈ ഡയലോഗ് പറയുന്നത് എന്ന് തോന്നും. പരുമലച്ചെരുവിലെ ഭയങ്കര സിങ്കാണ്, അടുത്തടുത്ത് വരുന്നുണ്ട്. അല്ല, ചേച്ചിയുടെ വോയിസ് ആണെന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ വരികളിലൊന്നും ചിത്ര ചേച്ചിയുടെ വോയിസ് ആണെന്ന് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത്രയും നന്നായിട്ട് അത് സിങ്കാണ്. ഉർവശി ചേച്ചി തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ആയത്. അതാണല്ലോ അതിന്റെ ഒരു ബ്ലെൻഡിങ്. ഏറ്റവും അധികം ഞാൻ ആസ്വദിക്കുന്നത് എപ്പോഴും ഉർവശിക്ക് ഡബ് ചെയ്തപ്പോൾ തന്നെയാട്ടോ. അത് ഡബ് ചെയ്യാതായതോടുകൂടി ആ ഒരു ആസ്വാദനം എനിക്ക് കുറെ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഇന്നും എൻ്റെ ആഗ്രഹം ഉർവശിക്ക് ഡബ് ചെയ്യണമെന്ന് തന്നെയാണ്. ഇപ്പോഴും ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം ഞാൻ എപ്പോഴും പറയുന്ന മാതിരി നല്ലൊരു നടി ആയത് കൊണ്ട് തന്നെ നമുക്കിപ്പോഴും ഒരു ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാതൃക ചേച്ചിയാണ്. ഉർവശി ചേച്ചിയെ പോലെ അത്രയും ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള വേറൊരാള് ഇനിയില്ല, വേറെ ആരും ഇല്ല. ഒരുപക്ഷെ ലാലേട്ടനൊക്കെ പോലും അത്രയും കിട്ടിയിട്ടില്ല. ഉർവശി ചേച്ചി കിട്ടിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് അത് വേറൊരു സംഭവമാണ്. ചേച്ചി പാട്ട് പാടൽ എന്ന് പറയുന്നത് ആ ബാലമന്ദിരത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അവിടുത്തെ ആസ്ഥാന ഗായകരായിരുന്നു. അതെ, ഉണ്ണിയേട്ടനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പാട്ട് എവിടെ വെച്ചിട്ടാണ് നിന്ന് പോയത്? ഈ ഡബിങ്ങിന്റെ കൂടെ പാട്ട് പാടാം. ഹീറോയിൻ വോയിസ് ആയപ്പോ പാട്ട് പോയി. ഹീറോയിൻ വോയിസ് ആകുന്നവരെയും ചെന്നൈയില് ഗാനമേളക്കൊക്കെ പോയിരുന്നു. അതൊരു ജീവിത മാർഗം കൂടിയായിരുന്നു അന്ന്. നമുക്ക് ഗാനമേളക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പേയ്മെന്റും ഒക്കെ, കാരണം നമ്മൾ സിനിമയിൽ ക്രൗഡ് വോയിസും എപ്പോഴെങ്കിലും വരുന്ന ഒരു അനിയത്തി കഥാപാത്രം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഗാനമേളക്കൊക്കെ അങ്ങനെ പോയിരുന്നു. പക്ഷെ ഹീറോയിൻ വോയിസായി നല്ല തിരക്കായതിനു ശേഷം പിന്നെ ഞാൻ പാട്ട് പാടാൻ അങ്ങനെ പോയിട്ടില്ല. പാട്ട് തിരക്കായി പാട്ട് നിർത്തിയതോടുകൂടെ പിന്നെ പാടാനുള്ളൊരു കഴിവും അങ്ങനെ ഇല്ലാതെയായി. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര പാട്ടുകാരി എന്നല്ല,
കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നു പാട്ടിൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അഭിനയത്തിൽ എനിക്കറിയില്ല, അന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു അഭിനയം. ഒന്ന് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് ഒരു കാര്യം. ഈ പറഞ്ഞ മാതിരി സേഫായിരിക്കുക എന്നുള്ളിലിങ്ങനെ ആരോ നീ സൂക്ഷിക്കണം, നീ നിന്നെ സൂക്ഷിക്കണം എന്നിങ്ങനെ ആരോ പറയുന്ന മാതിരി. അതുകൊണ്ടാണ് അഭിനയിക്കാൻ അങ്ങനെ വലിയ താല്പര്യമില്ല. പിന്നെ അങ്ങനെ ഫേസിലൊന്നും വലിയ എക്സ്പ്രഷനൊന്നും എനിക്ക് വരില്ല ആ പ്രായത്തിൽ. അങ്ങനെ ഞാൻ അഭിനയിക്കാനൊന്നും അങ്ങനെ വലിയ വോയിസിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ എനിക്ക് ഫേസിൽ വരില്ലായിരുന്നു. അപ്പം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ എന്തോ ഒരു മിസ്ഫിറ്റാണ് ആക്ടിങ്ങിൽ. പിന്നെ കുറേയധികം കാരണങ്ങൾ ഉണ്ടായിരുന്നു. ചേച്ചി ഇപ്പോൾ കുടുംബജീവിതത്തിൽ ശരിക്കും അങ്ങനെ തന്നെ തുടരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഇറങ്ങി പോരേണ്ടി വന്നതാണ്. കാരണം ചേച്ചി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതെന്ന് തന്നെ കല്യാണം കഴിച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ്. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, കണ്ടുപഠിച്ചിട്ടുള്ളതായിരിക്കാം. ഇല്ലെങ്കിൽ അത് തന്നെയായിരുന്നു ചേച്ചിയുടെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു. അത് പിന്നീട് മാറുന്നുണ്ട്. ഈ ശരിക്കും ഭർത്താവ് ശരിക്കും ആരായിരുന്നു? ചേച്ചിയുടെ കുറെ മോഹങ്ങളൊക്കെ ഉണ്ടാവും കല്യാണത്തിന്റെ, അതൊക്കെ കൊണ്ട് അവിടെ വെച്ചതാണോ പ്രശ്നം? അതേ ആ മനുഷ്യന് ഒരു തരത്തിലും ആ തരത്തിൽ നമുക്ക് കൽപ്പിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു? ഇതില് എനിക്ക് എൻ്റെ ലൈഫിൽ നിനക്ക് ഞാനുണ്ട് എന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. കുട്ടിയായിരിക്കുമ്പോഴും പറഞ്ഞിട്ടില്ല, യൗവനത്തിൽ പറഞ്ഞിട്ടില്ല, മിഡിൽ ഏജ് ആയപ്പോഴും മധ്യവയസ്സായപ്പോഴും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇത് കേൾക്കാൻ ഞാൻ കുറെ കൊതിച്ചിട്ടുണ്ടായിരുന്നു. പോട്ടയതേ ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കുക എന്ന് പറയും. അത് കേൾക്കാൻ വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. അപ്പം അത് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അവിടെ പണം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ മാത്രമാണ് എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് എന്തിനാണ് എന്നാൽ പിന്നെ പണം ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് സ്നേഹിച്ച് ഐ ലവ് മീ എന്നും പറഞ്ഞങ്ങ് ജീവിച്ചാൽ പോരെ എന്നുള്ളൊരു തോന്നൽ വരുന്ന അങ്ങനെയാണ്. ഇപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, എനിക്കൊരു സങ്കടം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കൊന്ന് പറയണമെന്ന് അങ്ങനെ എനിക്ക് ഒരാളില്ല, എനിക്കൊരിടമില്ല. അപ്പം എനിക്ക് എന്നോട് മാത്രമേ ഇത് പറയാൻ പറ്റൂ. ഞാൻ തന്നെ എന്നെ കെട്ടിപ്പിടിക്കണം, ഞാൻ തന്നെ പോട്ടണം, ഇങ്ങനെ ഞാൻ തന്നെ ഇതെല്ലാം എന്നോട് ഞാൻ തന്നെ പറയണം. എൻ്റെ മക്കൾക്ക് പോലും അവരോട് പറഞ്ഞു എന്തോ ഈ പറയുന്നത് ഇത്രയും പവർഫുള്ളായിട്ടല്ല ഇതാ പറയണ, അങ്ങനെയൊന്നും അല്ല. ഉള്ളിൽ നമ്മൾ ഈ കന്മതം എന്ന് പറയുന്നത് ശരിക്കും ഇനി ഉള്ളിൻ്റെ ഉള്ളിലൊരു സാധനം നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ട്. ഇപ്പം ഏതോ ഒരുത്തൻ എഴുതിയിരുന്നു ഇവർ ജീവിതത്തിൽ കുറേയോ പിന്നെ എന്താണ് എൻ്റെ ദാമ്പത്യം, എൻ്റെ ബാല്യം, അങ്ങനെയൊന്നും അല്ല. ഇത് അടിസ്ഥാനപരമായിട്ട് ഞാൻ ആഗ്രഹിച്ചത് സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം. അതെനിക്ക് കിട്ടിയിട്ടില്ല ഇവിടെ. അതിനി കിട്ടില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ മാതിരി ഇനിയൊരു പ്രണയം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇപ്പോൾ വന്ന് എന്നോട് ഈയിടെ ഒരാൾ പേടിയാ നിങ്ങളോട് പ്രണയം ആഗ്രഹം ഉണ്ടോ പക്ഷെ പേടിയാവുന്നു. ഞാൻ ചുമ്മാ വടിവേലുവിനെ അന്ത ഭയം കേട്ടോ. പിന്നെ എനിക്ക് വേണ്ടാന്ന് തോന്നുന്നു, നമുക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കും. വേണ്ട. പ്രണയത്തെ കുറിച്ചുള്ള ചേച്ചിയുടെ സങ്കല്പം ആയിരിക്കാം ഒരുപക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ പേടിപ്പിക്കും, താങ്ങാൻ പറ്റില്ല. എന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എന്നെ മാനേജ് ചെയ്യാന്ന് പറയുന്നത്. ചേച്ചിയുടെ പ്രണയം എന്ന് പറയുന്നത് എങ്ങനെ പിഴിഞ്ഞെടുക്കും? ഇല്ല, അങ്ങനെ ഇല്ലായിരുന്നു. അതാണ്, അങ്ങനെ ഇല്ലായിരുന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ എന്ന് അറിയില്ല, ആളുകൾക്കൊക്കെ പേടിയാണ് റെസ്പോൺസിബിലിറ്റി. അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ആണുങ്ങൾ എപ്പോഴും ഒരാണുങ്ങളുടേതായിട്ടുള്ള ഒന്ന് പൊസഷൻ എന്ന് പറയുന്ന ഒരു സാധനം, രണ്ട് എവിടെയോ അവർക്കും മുകളിൽ ആണോ എന്നുള്ളൊരു തോന്നൽ അതെല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരിക്കും. ഇപ്പം എനിക്ക് രാവിലെ ഒരിടത്തേക്ക് പോകണം, ഞാൻ അങ്ങോട്ട് പോവുക, ചോദിക്കുന്നൊന്നും ഇല്ലല്ലോ. അത് പക്ഷേ നമ്മളെ
നമ്മളെ സ്നേഹിക്കുന്ന ആ ആണിനത് സഹിക്കാൻ പറ്റില്ല. അവരോട് ഒരു വാക്ക് പറയുകയെങ്കിലും വേണം എന്ന്. പക്ഷെ എനിക്കതില്ല. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ ആഗ്രഹിച്ച ഒരു സമയത്ത് എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. നീ എവിടെ പോകുന്നു എന്ന്. ഡബ്ബിങ്ങിന് പോയാൽ എത്ര ലേറ്റായാലും എന്നെ ഒന്നും അദ്ദേഹം ചോദിക്കാറില്ല. എന്തുകൊണ്ട് നീ വൈകുന്നു, നീ രാത്രി ഡബ്ബിങ്ങിന് പോകരുത്. അന്ന് വാസ്തവത്തിൽ ഞാൻ രാത്രി ഡബ്ബിയില്ല എന്ന് എനിക്ക് പറയാനുള്ള വോയിസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും പുള്ളി എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തില്ല. പക്ഷെ ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോൾ പുള്ളി റെസ്ട്രിക്റ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് ഷോപ്പിങ്ങിന് പോകാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. അതെല്ലാം പുള്ളിയുടെ. അപ്പോൾ അതെല്ലാം പിന്നീട് ഞാൻ തന്നെ ചെയ്ത് എന്നെ ഇനി ആരും ചോദ്യം ചെയ്യരുത് എന്നുള്ളൊരിതിലേക്ക് ഞാൻ മാറി. അപ്പം ഇത്തരം എന്താ പറയുക, കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ ഒക്കെ അങ്ങനെ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഈ അന്യഭാഷ നടിമാര് വരുമ്പോഴത്തേക്ക് അവർക്ക് ഡബ്ബിയെ കുറച്ചുകൂടെ നേരെ തിരിച്ച് വേറൊരു സബ്ജക്റ്റിലേക്ക് ഒരു ചാട്ടം. ഇതേത് സബ്ജക്ട് ചാടുക എന്ന് വെച്ചാല് ഈ ചില ഇമോഷൻസിനെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് എന്റെ ഒരു അഭിപ്രായമുണ്ട്. ഞാൻ അതൊന്നും പറഞ്ഞ കരയൊന്നുമില്ല. അതല്ല, എനിക്ക് പേടിയുണ്ട്. അതൊന്നും പറഞ്ഞ അയ്യേ അതൊക്കെ പറഞ്ഞ് കരഞ്ഞ ഈ അപ്പുറത്ത് ഈ ഒരാള് അല്ലേ, അങ്ങനെ സഹിക്കണ്ട. ചേച്ചി അതൊന്നുമില്ല. അല്ല, ഞാൻ ശരിക്കും അങ്ങനെ ഈ നൂല് പിടിച്ച് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ചും ഇമോഷൻസ് പറയുന്നിടത്ത് എനിക്ക് ഒന്നാമതേ തന്നെ അതിനോടൊരു യോജിപ്പുണ്ട്. അപ്പൊ ഞാൻ തന്നെ ഇത് കട്ട് ചെയ്ത് പോകും. കാരണം ഞാൻ അതിനകത്ത് വീണ് തരരുതല്ലോ. ചേച്ചി പറയുന്ന ചില സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെ ഇമോഷണലി, ഒന്നാമത് ഈ പുസ്തകം വായിച്ചതിന്റെ ഒരു ഹാങ് ഓവർ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പൊതുവെ രജനീഷിനെ കുറിച്ച് ഒരു ഇത് കമന്റ് ചെയ്യാൻ കേട്ടില്ല. ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവരെ കരയാൻ അനുവദിക്കാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കില്ല. സാധാരണ എല്ലാരും കരഞ്ഞു കിട്ടാൻ വേണ്ടി എന്നിട്ട് വേണം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി ഭയങ്കര സാഡ് മ്യൂസിക് ഒക്കെ ഇട്ട് അല്ലേ. പക്ഷെ അങ്ങനെ പോവാതിരിക്കുമ്പോ അത് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആവുകയാണ്. മാത്രമല്ല നമ്മൾ പിന്നെ ഇരുന്ന് ഇന്റർവ്യൂ അല്ല, പിന്നെ നമ്മൾ വെറുതെ ഇരുന്ന് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ് നമ്മൾ അല്ലേ. അങ്ങനെ എനിക്ക് തോന്നിയത് കേട്ടോ. അല്ല, അങ്ങനെയാ വേണ്ടതും. കാരണം ചില ഇമോഷൻസിനെ ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് ഈ മാധ്യമങ്ങളുടെ ഒരു പൊതു യൂട്ടിലൈസേഷന്റെ മെത്തേഡ് ഉണ്ടല്ലോ, അത് എനിക്ക് തന്നെ ഭയങ്കര ഇതടിക്കും. അപ്പോൾ ഞാൻ ഇതിപ്പോ നമ്മള് നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് മാത്രമായിരുന്നില്ല, ഇത് വേറൊരാൾ ഈ സാധനം മാത്രം കട്ട് ചെയ്തിട്ട് പിന്നെ അവനിത് വ്യാപാരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പരിപാടി അല്ലേ. അതുകൊണ്ട് നമ്മള് ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇതിൽ നിന്ന് അകന്നകന്ന് പോവുക. പക്ഷെ അങ്ങനെ അല്ലാതെ ഇപ്പൊ ഇതിൽ തന്നെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, അതൊക്കെ ഉണ്ടാവും, ആൾക്കാർക്ക് ചെറിയ ട്രോളൊക്കെ ഉണ്ടാക്കും. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈഫിന് മാറ്റാൻ പറ്റില്ലല്ലോ. ട്രോളൊന്നും ഞാൻ ഇപ്പൊ വകവയ്ക്കുന്നേ ഇല്ല. അതുപോലെ കമന്റ് നോക്കാറേ ഇല്ല. എന്നോട് ചിലവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് നോക്കാറില്ല. എന്നെ ഒരാൾ ചീത്ത വിളിക്കുന്ന കേട്ടാലല്ലേ എനിക്ക് പ്രശ്നമുള്ളൂ, കേട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലല്ലോ. രജനീഷ് ഇപ്പം എന്നെക്കുറിച്ച് എന്തെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞു എന്നൊരാൾ പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യില്ല. രജനീഷ് ഡയറക്റ്റ്ലി എൻ്റെ അടുത്ത് അങ്ങനെ എന്നെ മോശമായിട്ട് പറയുമ്പോഴല്ലേ എനിക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാത്തടത്തോളം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ എന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. ചേച്ചി, ഞാൻ ചോദിക്കാൻ വന്നത് അന്യഭാഷാ നടിമാർക്ക് ചെയ്യുന്നത് വേറൊരു സ്റ്റൈൽ ഓഫ് വർക്കാണ്. നമ്മുടെ നടിമാരെ പോലെ ആവണമെന്നില്ല. ചേച്ചി ഇമോഷണൽ ആയോ? കരയാൻ പോവാണോ? അല്ലേ, കണ്ണ് ചൊറിയണു, കണ്ണിൽ കരട് വീണു എന്നൊക്കെ ചില ക്ലീഷേഡായില്ല. അല്ല, ഇവിടെ ഒന്ന് ചൊറിഞ്ഞു, വേറെ ഒന്നുമില്ല. ചേച്ചി കരയരുത് കേട്ടോ, ചേച്ചി ബോൾഡാണ്. നാട്ടുകാരുടെ മുമ്പിൽ അങ്ങനെ ചേച്ചി കരയാൻ പാടില്ല. തെറ്റല്ലേ അതൊക്കെ? അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് ഇരുമ്പ് മനുഷ്യ അന്യഭാഷാ നടിമാർക്ക് ഡബ് ചെയ്ത് തഴക്കവും പഴക്കവും വന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അത് എത്രത്തോളം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. അവരുടെ ചുണ്ടനക്കവും അത് നമുക്ക് ഇരട്ടി റെസ്പോൺസിബിലിറ്റിയാണ് ഈ അന്യഭാഷാ നടിമാർക്ക് ഡബ് ചെയ്യാന്ന് പറയുന്നത്. ഒന്ന്, അവർക്ക് ഈ ഭാഷ അറിയാത്തതിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട്. പിന്നെ ഇവർ
ഇപ്പോഴൊക്കെ അതൊക്കെ ഇപ്പം അങ്ങനെ അന്യഭാഷാ നടികൾ നമുക്ക് ഇല്ല, ഉണ്ടെങ്കിൽ പോലും അന്നൊക്കെ ഈ ഇംഗ്ലീഷിൽ എഴുതി എടുത്തിട്ടൊക്കെ അപ്പം അത് കറക്റ്റ് പ്രൊനൗൺസിയേഷനിലല്ല ഈ എഴുതി കൊടുക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ പോകുമോ ഇങ്ങനെയൊക്കെ ചോദിക്കും. പോവോ എന്ന് ചോദിച്ചാൽ മതി. അപ്പം അതിന് പോകുമോ ഇങ്ങനെ ചോദിക്കും. ഞാൻ അതിൽ പറഞ്ഞ പോലെ തന്നെ മറ്റേ രൂപിണി എന്ന് പറയുന്ന നടിക്ക് MT യുടെ സിനിമ ഡബ് ചെയ്യുന്ന സമയത്ത് MT സാർ ഇല്ലായിരുന്നു അവിടെ. സാധാരണ MT സാറിൻ്റെ ഒരുപാട് സിനിമ ഞാൻ ഡബ് ചെയ്തിട്ട് അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പം സാധാരണ MT സാർ ഇല്ലാതെ MT സാറിൻ്റെ പടം ഡബ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്, എനിക്കിത് കിട്ടണം, ഇതിൽ ഒരു ദീർഘമോ ഒരു വള്ളിയോ ഒരു കുത്തോ മാറ്റരുത് എന്ന് ഇത്രയും കർക്കശമായി പറയുന്ന ഒരു കഥാകൃത്തിനെയോ നമ്മൾ സിനിമയിൽ കാണാനേ പറ്റില്ല. മറ്റതൊക്കെ നമ്മൾ ആണോ പോണുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതങ്ങനെയല്ല, ആണോ പോണുണ്ടോ എന്ന് തന്നെ ചോദിക്കണം എന്ന് പറയുന്ന ഒരു. അപ്പോൾ ആ സിനിമയിൽ ഏതാ സിനിമ അതിൽ ഇതുപോലെ സാറില്ല. അപ്പോൾ അവരെന്തോ പറയുന്നു ആ നടി, ഇതെന്താ ഈ പറയുന്നത് ഒരു പിടിയില്ല. സാൻ ആ പോർഷൻ അങ്ങനെയും മരുന്ന് ബാക്കിയുള്ളവരൊക്കെ എവിടെ, അവരെല്ലാം പിന്നെ തരാതെ മാന്യരീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് അപ്പം അല്ല ഒന്നുകൂടെ പ്ലേ ചെയ്യൂ പറഞ്ഞു. അപ്പം മമ്മൂട്ടി ചോദിക്കുന്നു, അല്ല ബാക്കിയുള്ളവരൊക്കെ എവിടെ, അവരല്ലേ തലകല മണ്ണിടിക്കാൻ പോരോ. മണ്ണിടിക്കാൻ പോയോ, അതെന്താ? ശരി, അത് മാറ്റി വയ്ക്കാം. കുറേ കഴിഞ്ഞ് MT സാർ വന്നു. അപ്പോൾ ഉണ്ണിനാരായണൻ എന്ന് പറയുന്ന അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ MT സാർ വന്നപ്പോൾ, സാർ ഈ ഡയലോഗ് ബാക്കിയുള്ളവരൊക്കെ എവിടെ, അവരൊക്കെ തറവാട്ടിൽ മഞ്ഞളിടിക്കുകയാണ്. ഇതാണ് ഡയലോഗ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നടിമാർ വരുമ്പോൾ നമുക്ക് ഫീലിങ്സ് നോക്കണം, ലിപ് മൂവ്മെൻറ്റ് നോക്കണം, ക്ലാരിറ്റി, ഡയലോഗ് ക്ലാരിറ്റി, ഇതെല്ലാം നോക്കുമ്പോഴേക്കും ഇത് നമുക്ക് ഭയങ്കര ബേർഡനാവും. എപ്പോഴും ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. വന്ദനം എന്ന് പറയുന്ന സിനിമയിൽ അവർക്ക് മലയാളം എന്നൊരു ലാംഗ്വേജ് ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിയില്ല. അപ്പം അവർ കൂടുതലും അതിൽ ഇംഗ്ലീഷാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ചെയ്ത സീൻ ഐ ലവ് യു മാത്രമാണ്. അത് ഇംഗ്ലീഷിലായതുകൊണ്ട് ബാക്കി കുറേ സീന് ഇംഗ്ലീഷിലാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളത് മലയാളത്തിൽ പറയുക ഇത്. അതുപോലെ തന്നെ ചന്ദ്രലേഖ സമയത്ത് പൂജാപത്രയ്ക്ക് ഡബ് ചെയ്യുമ്പോഴും ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പൊ കാണുമ്പോഴേ എനിക്ക് തോന്നാറുണ്ട്, അത് അവരങ്ങനെ പറഞ്ഞെങ്കിലും ഞാനത് ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, എന്താ എനിക്കത്. അപ്പം എന്ത് പറ്റും, ഡയറക്ടർ എങ്ങനെയെങ്കിലും അതൊന്ന് ഒപ്പിച്ച് കിട്ടിയല്ലോ, അങ്ങനെ ഒരു ഇതിലേക്ക് വരും. അതങ്ങനെയല്ല വേണ്ടത്, അത് പെർഫെക്റ്റ് ആക്കണം. അപ്പോൾ പലപ്പോഴും ഷൂട്ടിംഗ് സമയത്ത് ഇവർ തന്നെ പറയും, നമുക്ക് ഡബ്ബിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ. ഡബ്ബിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കുറേ. ഇപ്പോൾ ആ സിനിമയിൽ അപ്പക്കുട്ട തൊപ്പിക്കാരാ എപ്പ കല്യാണം എന്ന് അത് ആദ്യം ഇവർ പറയുന്നുണ്ടല്ലോ. ആ പറയുന്ന അവർക്ക് ഇതെന്താ പറയുന്നത് തന്നെ അവർക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രോവർബ് ഉണ്ട് എന്നും അത് കേരളത്തിന്റെ തനതായ ഒരു വരിയാണ് എന്നുള്ളതൊന്നും അവർക്കറിയില്ല. അവർക്ക് എന്തോ പറഞ്ഞു കൊടുത്തവര് പറയുന്നത് അറ്റുകൊട എപ്പ കല്യാണം ഇങ്ങനെ ചോദിക്കും. പിന്നെ നമ്മളതവിടെ ശരിയാക്കുന്നതാണത്. അപ്പോൾ നമ്മളങ്ങനെ ഇതായിട്ട് പറയുമ്പോൾ പെട്ടെന്ന് ഡയറക്ടേഴ്സ് അടിപൊളി ഓക്കെ എന്നിങ്ങനെ പറയും. പക്ഷെ ആക്ച്വലി അത് അങ്ങനെയല്ല വേണ്ടത് എന്ന് പിന്നീട് ഫൈനൽ സിനിമ കാണുമ്പോൾ പലപ്പോഴും പല സിനിമകളും സൂഫി പറഞ്ഞ കഥ ഞാൻ പിന്നെ അന്ന് അത് ഡബ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അവർക്ക് എന്താണ് സൂഫി പറഞ്ഞ കഥ എന്ന് ഇത് മനസ്സിലായിട്ടേ ഇല്ല. ആ നടിക്ക് അവർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലായിട്ടില്ല. അത് അന്യഭാഷയിൽ നിന്നൊരു നടിയെ കൊണ്ടുവരുന്നുണ്ടാണ്. അതുപോലെ തന്നെ അഗ്നിസാക്ഷി എന്ന സിനിമ ശോഭനയ്ക്ക് മനസ്സിലായിട്ടില്ല. അതൊരു ചരിത്രമാണെന്നും അതൊരു സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണെന്നോ അതൊരു
ലോകത്തിന് പറയാനുള്ളത് ഒരു കഥാപാത്രത്തിൽ കൂടി നമ്മൾ, ഇതൊന്നും അതിൻ്റെ വാല്യൂ ശോഭനയ്ക്ക് മനസ്സിലായിട്ടില്ല. അത് ആ സിനിമ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ അന്ന് ശ്യാമിനോട് പറയുകയും ചെയ്തിരുന്നു. അത് എന്തോ ഒരു അത് ചെയ്ത ചില സിനിമകൾ നമ്മൾ അൺസാറ്റിസ്ഫൈഡ് ആകുമല്ലോ, അത് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില സിനിമകൾ, അത് സൂഫി പറഞ്ഞ കഥ തോന്നിയിരുന്നു, ഈ സിനിമ തോന്നിയിരുന്നു. ചേച്ചി ഡബിങ് അല്ലായിരുന്നു പ്രൊഫഷൻ എങ്കിൽ ഭാഗ്യലക്ഷ്മി എന്താകുമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും വെറുതെ ഇങ്ങനെ മനസ്സിനകത്ത് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ സാധാരണ ആ വീട്ടില് ചോറുകൂട്ടാരൊക്കെ വെച്ച് വീട്ടമ്മ, നമ്മുടെ കോൺസെപ്റ്റ് അങ്ങനെ പോകുമായിരുന്നു. ഒരു പരാതി ഒരു പരിവോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോയേനെ. ഡബിങ് ആണ് എന്നെ ചീത്തയാക്കിയത്. ഡബിങ് എന്നുള്ളതിനേക്കാൾ സ്വന്തമായ സമ്പാദ്യം, അതിനെ അങ്ങനെ എടുക്കുക. ഡബിങ് അല്ല, സ്വന്തമായി സമ്പാദിക്കുന്ന ഏതൊരു സ്ത്രീക്കും ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. കാരണം എൻ്റെ വസ്ത്രം, എൻ്റെ വീട്, എൻ്റെ ഭക്ഷണം, ഇതെല്ലാം ഞാൻ തന്നെ നേടിയെടുത്തതാണ്. എനിക്കാരും വെറുതെ തന്നതല്ല, അല്ലേ? 10 വയസ്സ് മുതൽ എൻ്റെ ഭക്ഷണം ഞാനാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ വാടക ഞാനാണ് കൊടുക്കുന്നത്. അപ്പം അവിടെ നിന്നേ എൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഇങ്ങനെ വരികയാണ്. എനിക്ക് ഒരു തരി മണ്ണ് പോലും എൻ്റെ പാരമ്പര്യത്തിലുള്ള ആരും തന്നിട്ടില്ല, അല്ലേ? ഞാൻ താമസിക്കുന്ന വീടോ എന്തും. അത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ഇവിടെ ഞാൻ തന്നെയല്ലേ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വന്നപ്പോഴും ഒരു ഓണം വരുമ്പോൾ ഞാനാണ് അവർക്ക് എല്ലാവർക്കും വസ്ത്രം എടുത്ത് കൊടുക്കുന്നത്. പക്ഷെ എനിക്കാരും ഒരു ഓണത്തിന് ഒന്നും എനിക്കാരും ഒരിക്കലും വാങ്ങി തന്നിട്ടില്ല. ഇവർക്കെല്ലാവർക്കും എടുത്തിട്ട് ഇത് എനിക്ക്. അപ്പോഴും എനിക്ക് പിന്നെ എൻ്റെ മക്കളെ എനിക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ്, ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് മക്കളൊക്കെ തരും. പക്ഷേ എൻ്റെ ബ്ലഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ എന്ന് ഞാൻ കരുതിയവരാരും തന്നെ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അത് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ സങ്കടം വരുമ്പോൾ യാത്ര ചെയ്യുന്ന ഒരു ശീലം ചേച്ചിക്കുണ്ട്. അത് കാറെടുത്ത് എവിടെയെങ്കിലുമൊക്കെ അറിഞ്ഞുകൂടാത്ത സ്ഥലത്തേക്ക് ഓടിച്ചു പോവുക. ഇപ്പം കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ടുള്ള പുറത്തൊക്കെ പോകുന്ന യാത്രകളുണ്ട്. പക്ഷെ എങ്കിലും കേരളം മുഴുവനും ഇങ്ങനെ ഓടിച്ചു കിടന്ന ഒരു ഭാഗ്യലക്ഷ്മി ഉണ്ട്. ഇപ്പോഴും ഭയങ്കര തമാശയായിട്ട് രാവിലെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നേ നേരെ തിരുനെൽവേലി ആ ഹൈവേയിൽ കയറിയിട്ട് ഈ ഇടവഴി കൂടെ പോയി അവിടെ പോകും. വെറുതെ ഇങ്ങനെ വണ്ടി ഓടിച്ച് അവിടെ അങ്ങനെ പോകും. ഈ വയലിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അടുത്ത് പോയിരുന്ന് കുറേ നേരം സംസാരിക്കും. കരിമ്പും തോട്ടം കാണുകയാണെങ്കിൽ ആന കയറുന്ന മാതിരി അവിടെ കയറി കരിമ്പ് വെട്ടിത്തരാൻ പറയും. നിലക്കടല കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവരടുത്ത് പോയി നിലക്കടല പറിച്ചു തരാൻ പറയും. കുറേ നേരമായിട്ട് തിരിച്ചു വീട്ടിൽ വരും. അപ്പം പെട്രോളൊക്കെ ചിലവാകുമെങ്കിലും ഒരു ആനന്ദം കണ്ടെത്തുക എന്ന് പറയുന്നില്ലേ. നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ സന്തോഷവും, എന്നെ ആരും സന്തോഷിപ്പിക്കില്ലല്ലോ, അപ്പം ഞാൻ തന്നെ എന്നെ സന്തോഷിപ്പിക്കണമല്ലോ. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ ഗിഫ്റ്റ് കൊടുക്കുക, ഇങ്ങനെ എല്ലാം ഞാൻ തന്നെ എനിക്ക് വേണ്ടി ചെയ്യും. ഈ ഇമോഷൻസ് വരുമ്പോൾ കാറിനകത്ത് വർത്താനം പറയോ? കാർ ഒരു സബ്ജക്റ്റ് ആണോ, ജീവിയാണോ? അതിനോട് വർത്താനം പറയും. കാറിനകത്തിരുന്ന് ഇങ്ങനെ എന്തൊക്കെ സംസാരിക്കുന്നറിയോ? ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും കാറിനോട്. വണ്ടി ഒഴിവ് എന്തല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ഇങ്ങനെ കാറിൻ്റെ അടുത്ത്. പക്ഷേ ഒരു കണക്കിന് ആലോചിച്ച് എന്ത് നല്ലതല്ലേ ഇതൊക്കെ. അതാരോടും പറയേ, അതിൽ കൊണ്ടുവന്നൊരു റെക്കോർഡർ വെക്കണം. അങ്ങനെ ഒരു ഫ്രണ്ടാണ്. പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറും, കാറുകൾ ഇങ്ങനെ മാറും. 3 വർഷം കൂടുമ്പോൾ വേറെ കാറുകൾ. അപ്പൊ പുതിയ ഫ്രണ്ട്. പക്ഷെ മറ്റേ കാര്യങ്ങളൊക്കെ പഴയത് തന്നെ ആയിരിക്കും. അതൊക്കെ തന്നെയായിരിക്കും. അന്ന് എങ്ങനെ സംഭവിച്ചു, ഇതിങ്ങനെ സംഭവിച്ചു. സ്വന്തമായിട്ട് സംസാരിക്കില്ലേ കാറിനോടല്ലാതെ? സ്വന്തം വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് സംസാരിക്കുമോ? വിളക്ക് കത്തിക്കുമ്പോ ഭഗവാന്റെ അടുത്തൊക്കെ വെറുതെ വഴക്കൂടും. ഭയങ്കരമായിട്ട് വയലന്റ് ആവും ദൈവത്തിന്റെ അടുത്ത്. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ രാത്രി ഞാൻ പോയി കിടക്കുമ്പോൾ ഞാൻ ലിവിങ് റൂമിൽ ഒരു കൃഷ്ണനുണ്ട്. കൃഷ്ണന്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ബഹളമൊക്കെ ഉണ്ടാക്കും. അപ്പം ഞാൻ രാത്രിയാകുമ്പോൾ പിന്നെ കിടക്കാൻ പോകുമ്പോൾ ഇവൻ പറയും, അമ്മയ്ക്ക് അറിയോ, അമ്മ പോയി കഴിയുമ്പോൾ അമ്മയുടെ കൃഷ്ണൻ്റെ അടുത്ത് അവള് പോയാടാ.
ശല്യം. ആ അപ്പൊ പോയി ഉറങ്ങിന്ന് തോന്നണു എന്ന് പറയും. എന്തൊരു സാധനമാണോ ഇത്, ഇങ്ങനെ സഹിക്കണം. ശ്രീകൃഷ്ണൻ അവനോട് ചോദിച്ചെന്ന്. അമ്മയുടെ ഇത് ഒരു ഓഞ്ഞ രാധ. എന്നെ എൻ്റെ മകൻ ഇട്ടിരിക്കുന്ന പേരാണ് ഒരു ഓഞ്ഞ രാധ. പക്ഷെ ശരിക്കും എല്ലാവർക്കും എല്ലാം പറയാനുള്ള ഒരാളല്ലേ ഈ ശ്രീകൃഷ്ണൻ എന്ന് കൃഷ്ണൻ എന്ന് പറയുന്നത്. പറയുന്നത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ്. അല്ലേ? Okay. മറ്റേ പേടിപ്പിക്കുന്ന ശിവന്റെ ദൈവമല്ലല്ലോ. അടുത്തൊക്കെ നമുക്ക് റെസ്പെക്ട് ഉണ്ട്. മറ്റേ ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. ശിവനോട് എപ്പോഴും നമ്മളങ്ങനെയല്ലേ, സാർ നമസ്കാരം സാർ, അതെ. മറ്റേ ഹലോ. അല്ല, പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാല് അയാളുടെ ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ്. ഫ്രണ്ടാണ്, അതെ അതെ. എല്ലാവരുടെയും ഫ്രണ്ടാണ്. എല്ലാവരും കള്ളക്കാര്യങ്ങളൊക്കെ പോയി പറയുന്നത് കൃഷ്ണനോടാ. അതെ അതെ മറ്റുള്ളവരോടൊന്നും പോയി അതെ പറയരുത്. അതെ. പണി കിട്ടുമെന്നറിയാം. അങ്ങനെ ഒരു സാധനമാണ്. അവനൊന്ന് വിളിക്കുന്ന പോലും ഇല്ല കൃഷ്ണ, എന്തൊരു വൃത്തികെട്ടവരാ അതൊക്കെ പറയാനല്ലേ. അതൊക്കെ കൃഷ്ണന്റെ അടുത്തേ പറയൂ. ശിവന്റെ അടുത്ത് പോയിടാം ഭഗവാനെ. ഇങ്ങനെ ഭയങ്കര മനസ്സുരുകിയല്ലേ നമ്മള് അതെ, അതെ. ദേവിയുടെ അടുത്തും ശിവന്റെ അടുത്തൊക്കെ അല്ല, പറയും. ആ കോൺസെപ്റ്റുകളൊക്കെ നല്ല. ഞാൻ ഈശ്വര വിശ്വാസി അല്ല കേട്ടോ, പക്ഷെ അല്ല എനിക്ക് എന്നാലും ഞാൻ പറയാ, പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയാം. അത് ഇത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാളായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ കേട്ടോ. അതല്ലാതെ എനിക്കിങ്ങനെ വ്രതം പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊന്നുമില്ല. എനിക്ക് വ്രതം എടുക്കുന്നത് അങ്ങനത്തേതൊന്നുമില്ല. അതുപോലെ എനിക്ക് ഇന്നത് നേടിത്തന്നാൽ ഞാൻ 10 പ്രാവശ്യം ഉരുളാം അല്ലെങ്കിൽ തേങ്ങ അടിക്കാം, അതൊന്നും എനിക്കില്ല. അതൊന്നുമില്ല. നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യാം. ചേച്ചി കൃഷ്ണന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജസ്റ്റ് ഒന്ന് കരഞ്ഞതെന്ന് തോന്നുന്നു. അല്ല, ഇത് ചിരിച്ചിട്ട് കരഞ്ഞതാണ്. ഓ, എന്നിട്ടും കരയില്ലല്ലോ ചേച്ചി. ഞാനൊരിക്കലും കരയിപ്പിക്കുന്ന ആളല്ല കേട്ടോ. എനിക്കൊന്ന് ഈ ഇടക്കാലത്ത് ഞാൻ ഈ ഒരു ഇൻസിഡന്റിൽ മാത്രമേ എനിക്ക് കരച്ചിൽ വന്നുള്ളൂ. പക്ഷെ അത് അവളെ ഓർത്ത് ഞാൻ കരയും, എന്നെ ഓർത്തല്ല ഞാൻ കരയുന്നത്, ഞാൻ വേറൊരാളെ ഓർത്താണ് എനിക്ക്. ചേച്ചി കഴിഞ്ഞ പുസ്തകം ഇറങ്ങിയ സമയത്ത് MD സാർ അത് വായിച്ചിട്ട് ഓ, ഇങ്ങനെ ഒരു ഭാഗ്യലക്ഷ്മി ആയിരുന്നു എന്ന് ആശ്ചര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ പുസ്തകം ഇറങ്ങുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ നെറ്റി ചുളിക്കോ? ഇത്രയേറെ ജീവിതം അതിൽ പറയേണ്ടി വരുന്നില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷൻ അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗ്യലക്ഷ്മി തന്നെയാണ് അത്. പിന്നെ പറയുന്നത് മുഴുവനും ആ കാലഘട്ടത്തെ സിനിമയെക്കുറിച്ചും ഞാൻ ചെയ്ത സിനിമകൾ, പിന്നെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നവരെ കുറിച്ചും എന്നല്ലാതെ പിന്നെ ഈ പറയുന്ന ഇതിൽ പറയാൻ വിട്ടുപോയ ചില പെയിനൊക്കെ അതിൽ കുറച്ച് പറയുന്നുണ്ട്. പക്ഷെ ചേച്ചി ആ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് ജോൺ ബിട്രാസിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇതിൽ എഴുതാത്തൊരു പുസ്തകം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്, ഇതേ പേജ് വലിപ്പം വരുമെന്നാണ്. അതില് എഴുതിയ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് എൻ്റെ ഫാമിലിയിൽ തന്നെ മരിച്ചു പോയത് കൊണ്ട് പിന്നെ അവരെ കുറിച്ച് എഴുതണോന്നുള്ളൊരു, കാരണം ഞാൻ പറയുന്നത് മാത്രം സത്യമാവണം എന്നില്ലല്ലോ. ചിലപ്പോൾ അവർക്കും ഇതിനൊരു മറുഭാഗം ഉണ്ടാവും പറയാൻ. അപ്പം മരിച്ചുപോയവരെ കുറിച്ച് ഇനി പറയണ്ട എന്ന് വെച്ചാൽ ആ പോർഷൻ ഞാൻ അതിപ്പോഴും എൻ്റെ കയ്യിൽ അതുപോലെ ഉണ്ട്. അപ്പം മോൻ പറയും അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് പബ്ലിഷ് ചെയ്തോളൂ. ഈ ഡബിങ്ങിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ചേച്ചി? ഡബിങ്ങിൽ ആക്റ്റീവ് ആകുന്നില്ല എന്നൊരു തീരുമാനമൊക്കെ? ആക്റ്റീവ് ആകുന്നില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് തന്നെ എന്നെ മടുപ്പ് തോന്നുന്ന ഒരു ശബ്ദമായി എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഓവർ എക്സ്പോസ്ഡ് ആയതും എളുപ്പം ആൾക്കാർ ഒരു കഥാപാത്രം കാണുമ്പോൾ ഭാഗ്യലക്ഷ്മി ആയിട്ടാണ് ആ കഥാപാത്രത്തെ കാണുന്നത്. അപ്പം അത് ആക്ച്വലി അത് എൻ്റെ ഒരു വലിയ പരാജയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്ന് കരുതി ഇനിയിപ്പം ഞാൻ പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ മീഡിയയിൽ വരുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾറെഡി എല്ലാവർക്കും ഇത് ഞാനാണ് എന്ന് മനസ്സിലായി. അതെന്നെ വല്ലാതെ എനിക്ക് തന്നെ എൻ്റെ ശബ്ദത്തിനോടൊരു വെറുപ്പ് തോന്നുന്ന ഒരു ഇതിലേക്ക് പോയി. ഇതിനു മുമ്പ് ചെയ്ത അതേ അന്തസ്സോടു കൂടി അങ്ങനെ അങ്ങ് നിർത്താം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തി. പിന്നെ ഇൻഡസ്ട്രിക്കകത്ത് ഭയങ്കരമായിട്ട് എന്നോടുള്ള ഒരു ശത്രുതാ മനോഭാവം എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതില്ലാത്ത 1-2 പേരേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർക്ക് പോലും എന്നെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം അതിൻ്റെ സംഘടന എന്ന് നമ്മൾ പറയാം, അങ്ങനെ ആയി. അതെനിക്ക് ഞാനല്ലാതെ വേറെ ആരാ അത് മനസ്സിലാക്കുക? അപ്പം അതിനെതിരെ ഞാൻ പോരാടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല.
കാരണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള നിസ്സഹായ അവസ്ഥ എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് തന്നെ ഇനി എനിക്ക് തോന്നുന്നില്ല എൻ്റെ ശബ്ദം സിനിമയിൽ കൂടി കേൾക്കാൻ സാധിക്കും, എനിക്ക് തോന്നുന്നില്ല. ബട്ട് സാരല്ലേ, ഞാൻ വളരെ ഹാപ്പിയാണ്. 51 വർഷം ഒരുപാട് നല്ല മനോഹരമായ സിനിമകളും കഥാപാത്രങ്ങളും ഞാൻ ശബ്ദം കൊടുത്തു. ഇനി ഞാൻ ശബ്ദമില്ലാത്തവരുടെ, പുറം ലോകത്ത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ ജീവിച്ചോളാം. അല്ല, സാഹിത്യത്തിൽ ചേച്ചി ഇതൊക്കെ പറയുമ്പോൾ കേൾക്കാൻ, പക്ഷെ ഇത്രയും വർഷം ചെയ്തൊരു തൊഴില് അതിനകത്തുനിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നത് മാറി നിൽക്കുന്നതല്ല, ഇനി കുറേ അധികം കാര്യങ്ങളുണ്ട്. ഒന്ന്, സിനിമ ടെക്നോളജിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. ഇപ്പം എല്ലാവരും ഓൺ വോയിസ് ആണ്. സിംഗ് സൗണ്ട് കൂടുതലും എനിക്കും ഇത്രയും പ്രായമായി, എൻ്റെ ശബ്ദം യങ് ഒന്നുമല്ല, ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ശബ്ദമാണ്. അപ്പം ഇത്തരം കഥാപാത്രങ്ങൾ അപൂർവമേ ഇനി മലയാള സിനിമയിൽ ഉണ്ടാവുള്ളൂ. അതും കേരളത്തിൽ നിന്ന് തന്നെയുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവർ തന്നെയായിരിക്കും ഡബ് ചെയ്യുന്നത്. പിന്നെ അന്യഭാഷയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരണം. അപ്പം അങ്ങനെ എപ്പോൾ സംഭവിക്കുമെന്നറിയില്ല. ഇനി അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നാൽ പോലും ആദ്യം ഈ പറയുന്ന മാതിരി ഭാഗ്യലക്ഷ്മിയെ വേണ്ട കേട്ടോ, അത് നമ്മൾ ആവശ്യമില്ലാത്തൊരു ഇഷ്യൂ ഉണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ. എന്തൊക്കെ പറഞ്ഞാൽ രഹസ്യമായിട്ട് അത് നടക്കും. അവർ വേണ്ട എന്ന് പറയുന്ന രഹസ്യമായിട്ട് അത് നടക്കും. പിന്നെ ടെക്നോളജിയുടെ ഒരു മാറ്റം, സിനിമയുടെ ഒരു വളർച്ച വെച്ചുകൊണ്ട് തന്നെ പുതിയ ശബ്ദങ്ങൾ കണ്ടെത്താനുള്ളൊരു ശ്രമവും കൂടെ സ്വാഭാവികമായും നടക്കും. അതും ഒരു നല്ല കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും മലയാള സിനിമയിൽ എൻ്റെ ശബ്ദം കേൾക്കില്ല എന്ന് ഞാൻ എന്തായാലും മനസ്സുകൊണ്ട് ഞാൻ തയ്യാറാണ്. ചേച്ചി ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗമായിരുന്ന വർഷങ്ങളിൽ കുറേ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനും നേരിട്ട് ആദ്യമായിട്ട് ചേച്ചിയെ കാണുന്നത് ഏതോ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ്. ഞാൻ അങ്ങോട്ട് വന്ന് ഈ ചേച്ചി ഭാഗ്യലക്ഷ്മി ചേച്ചിയല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഈ അക്കാദമിയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. ഇത് നമ്മുടെ ഡബ്ബിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലാൽ സാറുമായിട്ട് ചേർന്നിട്ടുള്ള വിസ്മയയിൽ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ. അത് നിന്നുപോയി. അതേപോലെ തന്നെ ഈ ചലച്ചിത്ര അക്കാദമിയിലെ അനുഭവം അത് പറഞ്ഞില്ല. ഞാൻ ഡബ്ബിങ് തുടങ്ങിയ കാലത്തൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ആരെങ്കിലും എനിക്കിതൊന്ന് പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഡബ്ബിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ തുടങ്ങാനുള്ളൊരു കാരണം. ഞാനത് പറഞ്ഞപ്പോൾ അതിനെ ഏറ്റവും അധികം എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരാൾ മോഹൻലാൽ തന്നെയാണ്. അപ്പോൾ ലാൽ അത് ഒന്നും നോക്കാതെയാണ് അത് എന്നോടൊപ്പം അത് സഹകരിച്ചത്. അത് ഒരു വലിയ പ്രസ്ഥാനമാക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് അടൂർ സാറിനോടൊക്കെ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പം അടൂർ സാർ പറയും ചെയ്തു, തീർച്ചയായിട്ടും ഞാൻ കൂടെ നിൽക്കാം. അങ്ങനെ മോഹൻലാലിനെയും അടൂർ സാറിനെയും ഒരുമിച്ച് ഇരുത്തി സംസാരിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ അവിടെ വരുന്ന ആളുകൾ രണ്ട് രീതിയിലായിരുന്നു. ഒന്ന്, ഇവിടെ നിന്ന് ഡബ്ബിങ് എന്ന് പറയുന്ന ഇതിലേക്ക് കയറിയിട്ട് ഇവിടെ നിന്ന് വേറൊരു ഇതിലേക്ക് പോകാം, ഒന്നെങ്കിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ അഭിനയം, അങ്ങനെ അത് ഒരു വിഭാഗം. അത് നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ സാരില്ല, അങ്ങനെ പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ ക്ഷമയില്ല ആർക്കും. പഠിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഹീറോയിൻ വോയിസ് അങ്ങ് ഡബ് ചെയ്യണം. അപ്പം നമ്മൾ അവരോട് പറയാറുണ്ട്, നോക്കൂ, ഇത് ഞാൻ ഹീറോയിൻ വോയിസ് ചെയ്യുന്നത് ഞാൻ ഡബ്ബിങ് തുടങ്ങിയിട്ട് ഏകദേശം 15-20 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഹീറോയിൻ വോയിസിലേക്ക് കയറുന്നത്. അത്രയും അതിൽ നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല, പലതരത്തിലുള്ള ഇൻസൾട്ടിങ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങളിപ്പോൾ ഇവിടെ പഠിച്ചത് കൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവണമെന്നില്ല. യഥാർത്ഥ പഠനം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതിൻ്റെ ബേസിക്സ് മാത്രം നമ്മൾ പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ എനിക്കൊരു മടുപ്പുണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്തിനിപ്പോൾ എനിക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിയില്ല. വാസ്തവത്തിൽ അതിപ്പോഴും ഞാൻ നടത്തിക്കൊണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ നല്ല സാമ്പത്തിക നേട്ടവും എനിക്കുണ്ടാവുമായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് അങ്ങനെ തോന്നിയില്ല. അപ്പം ഞാൻ തന്നെ ലാലിനോട് പറഞ്ഞു, ഞാൻ ഇത് അടച്ചു പൂട്ടുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ക്ലോസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അത് വേറൊരു രീതിയിലും ഞാൻ ചെയ്യുന്നുണ്ട്. ഡബ്ബിംഗ് അസോസിയേഷനിൽ തന്നെ പുതിയ ശബ്ദങ്ങളെ കണ്ടെത്താൻ വേണ്ടി ഓഡിഷൻ നടത്തുന്നുണ്ട്.
അപ്പോൾ ഈ ഓഡിഷൻ നടത്തുമ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ഇത്. നമ്മൾക്ക് പോലും അത്ഭുതമോ എന്ത് പെട്ടെന്ന് ഡയലോഗ് പറയുന്നത് എത്തും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് ഡബ്ബിംഗ് അസോസിയേഷൻ വഴി ഓഡിഷൻ നടത്തിയിട്ട്, അതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് പുതിയ ശബ്ദങ്ങളെ കണ്ടെത്താൻ പറ്റും. 2, അതിൽ കൂടിയുള്ള ചെറിയ റവന്യൂ, അത് സംഘടനയ്ക്കൊരു, അല്ലാതെ ഡബ്ബിംഗ് അസോസിയേഷൻ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇപ്പം അമ്മ അസോസിയേഷനൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഷോയിൽ കൂടെ ഉണ്ടാക്കാം. ഡയറക്ടേഴ്സൊക്കെ അവർക്ക് വലിയ ഫീസ് മേടിക്കാം. ഇത് വലിയ മെമ്പർഷിപ്പ് ഫീസും മേടിക്കാൻ പറ്റില്ല, ചെറിയ ഫീസൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് ഇവരെ നമ്മൾ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായിട്ട് ഇത് നടത്തുന്നുണ്ട് കേട്ടോ, ഈ ഓഡിഷൻ. ഇത് 2 കൊല്ലത്തിലൊരിക്കലാണ് നമ്മളിത് നടത്തുന്നത്. ഇവരെ ഏകദേശം ഒരു ആപ്ലിക്കേഷൻ 1000-1500 ആപ്ലിക്കേഷൻസ് വരും. ഫൈനൽ സെലക്ഷൻ വരുമ്പോൾ 25 പേരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. ആ 25 പേരെ ഇപ്പം നമ്മൾ ഈ ക്രൗഡ് വോയിസ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് കൊടുക്കും. അങ്ങനെ ആ ഡബ്ബിംഗ് തിയേറ്ററിൻ്റെ ഒരു ഫിയർ മാറ്റി കൊടുക്കുക. ഒരു ഭയം ഉണ്ടാവില്ലേ? ഈ ക്രൗഡായിട്ട് കുറേ പേര് നിൽക്കുമ്പോൾ ഇവർക്ക് പേടി വരില്ല. ഒറ്റയ്ക്ക് ഒരു മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ പേടിച്ചു പോകും. അപ്പം അങ്ങനെ കുറേ പേരെ പുതിയ ശബ്ദങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പോൾ. പക്ഷെ ഡബ്ബിംഗ് കുറവാണ്. അവർക്ക് പോലും ഡബ്ബിംഗ് കുറവാണ് പുതിയ ശബ്ദങ്ങൾക്കും. കാരണം ഈ പറയുന്ന എല്ലാ ഓൺ വോയിസും ലൈവ് സൗണ്ടും ആയതുകൊണ്ട് അപൂർവമായിട്ടേ അവർക്കൊക്കെ ഡബ്ബിംഗ് ഉള്ളൂ. പിന്നെ പാൻ ഇന്ത്യൻ മൂവീസ് വരുമ്പോൾ മാത്രമാണ് അവർക്കൊക്കെ പല ഭാഷ വരുമല്ലോ. ഒരേ സിനിമ 5 ഭാഷയൊക്കെ വരുമ്പോൾ അങ്ങനെ ചിലപ്പോൾ കിട്ടാറുണ്ട്. ചേച്ചി സംസാരിച്ചപ്പോൾ നമ്മൾ ഒരുപാട് പേരെ വിട്ടുപോയിട്ടുണ്ട്. രോഹിണി, സുമലത, 258 നായികമാരിൽ നമ്മൾ കുറച്ച് പേരെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും വിക്കിപീഡിയ നോക്കിയിട്ട് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. വിക്കിപീഡിയയിൽ കുറെ റോങ് ഇൻഫർമേഷൻസ് ഉണ്ട്. ഞാൻ ചെയ്യാത്ത സിനിമകളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഞാൻ ചെയ്ത സിനിമകളൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ മറ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ഇതിലേക്ക് പോകുമ്പോൾ ഞാൻ ചെയ്ത സിനിമയൊക്കെ അവിടെ ഉണ്ടാവും. ഇപ്പോൾ ശ്രീജ ചെയ്ത പല സിനിമകളും എൻ്റെ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്, ഞാൻ ചെയ്ത പല സിനിമകളും ശ്രീജയുടെ ലിസ്റ്റിൽ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്ക് ഇവരാണ് തോന്നുന്നു. ഞാൻ ഈ പുസ്തകം എഴുതാൻ വേണ്ടി ഇങ്ങനെ പിന്നെ മലയാളം മൂവി 1970 to 82 എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഈ 70 മുതലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കാണുമ്പോൾ അയ്യോ ഇതെൻ്റെ ശബ്ദമല്ലേ അങ്ങനെ നോട്ട് ചെയ്യും. ഇത് അങ്ങനെ PN മേനോൻ സാറിൻ്റെ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പേരെന്താ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതിലൊരു നായികയുടെ ശബ്ദം ഞാൻ എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. അതൊന്നും വിക്കിപീഡിയയിൽ ഇല്ല. അപ്പം അതൊക്കെ ഞാൻ ഇപ്പോൾ നോട്ട് ചെയ്ത് ചൈൽഡ് ആർട്ടിസ്റ്റുകൾക്ക് എത്രയോ സിനിമ ചൈൽഡ് ആർട്ടിസ്റ്റ്. പക്ഷെ ഞാനെപ്പോഴും 2-3 സിനിമയെ പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ ഒരുപാട് സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റുകൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ എത്രയോ സിനിമയിൽ ഒരു സിനിമയിൽ 4 ഹീറോയിൻ 4 പേർക്കും ഞാൻ ഡബ് ചെയ്തിരിക്കുന്നു. ദൈവമേ, ഞാൻ 4 ഹീറോയിന് വോയിസ് സുമലതയ്ക്ക് കൊടുത്തിട്ടുണ്ട്, രാജി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, രോഹിണിക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഈ തപ്പിയാണ് ഇത് കിട്ടുന്നത്. അങ്ങനെ കിട്ടാതെ പോയ കുറേ സിനിമകളും ഉണ്ട്. അപ്പം അത് കുറേ മിസ്സായിട്ടുണ്ട്, കുറേ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൂടെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചരിത്രം നിർമ്മിച്ച വ്യക്തി ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനിയും ചരിത്രം കുറേ എഴുതാനുണ്ട്, നിർമ്മിക്കാനും ഉണ്ട്. ഏറ്റവും സങ്കടം ഇതാണ്, ഈ പുസ്തകം എഴുതാനായിട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ സഹകരിക്കുന്നില്ല. അങ്ങനെ ഒരു സങ്കടം ഉണ്ട് എനിക്ക്. ഒരുപാട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നിങ്ങൾ ആർക്കൊക്കെ ശബ്ദം കൊടുത്തു അതെനിക്ക് ഇതിൽ ഉൾപ്പെടുത്തണം, അതുപോലെ നിങ്ങളുടെ ഒരു നല്ല ഫോട്ടോ അയച്ചു തരൂ, നിങ്ങളുടെ ഫോട്ടോ ഇതിൽ ആരും എനിക്ക് അയച്ചു തരില്ല. പിന്നെ ഞാൻ എല്ലാവരെക്കുറിച്ചും ഗൂഗിളിലും വിക്കിപീഡിയയിലൊന്നും ഇല്ലല്ലോ. കൂടിപ്പോയി ഒരു 10 ഡബ്ബിംഗ് ആർട്ടിസ്റ്റോ 15 ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ കുറിച്ചേ ഉള്ളൂ. അതല്ല, വേറെ ഒരുപാട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുണ്ട്, അതൊന്നും ഇല്ല. പിന്നെ കുറേ പേര് അന്നത്തെ കാലത്ത് ഇപ്പം എന്നെ ജയശ്രീ എന്ന് പറയുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് അന്ന് എന്നെ കുറേ ഡബ്ബിംഗ് ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ അടുക്കളപ്പണി വരെ ചെയ്തിട്ടുണ്ട് ഈ ഡബ്ബിംഗ് പഠിക്കാൻ വേണ്ടി. അവരുടെ ഒരു ഫോട്ടോ കിട്ടുന്നില്ല. രമണി എന്ന് പറയുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അന്നത്തെ കാലത്ത് വിജയ നിർമ്മലയ്ക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫോട്ടോ ഇല്ല. ഇതൊക്കെ ഞാൻ എങ്ങനെയാ ജനങ്ങളെ പറഞ്ഞ്
മനസ്സിലാക്കി കൊടുക്കുന്ന ഇങ്ങനെ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് അതെ ഉണ്ടായിരുന്നു. പറഞ്ഞു പോകാനേ പറ്റൂ. ഒരു ഫോട്ടോ ഇല്ല അവരുടെ ഒന്നും. ഉം. അങ്ങനെ കുറേ പേരുടെ. ഈ ഡബിങ്ങിന്റെ അനുഭവം പറയുമ്പോൾ ചേച്ചി കോട്ടയം ശാന്ത ചേച്ചി ഡബ് ചെയ്യുന്ന സ്ഥലത്ത് കരയുന്ന ഒരു സീൻ എടുക്കുന്ന സ്ഥലത്ത് പോയി നിന്നപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ആ ഇറക്കി വിട്ട ആള് ഇന്ന് ഡബിങ് ലോകത്തെ ആധികാരികമായി സംസാരിക്കുന്ന വ്യക്തിയെ വളർന്നില്ലേ? താങ്ക് യു അവിടെ നമുക്ക് നിർത്താം. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്.